സുഹൃത്തുക്കളെ, മനാഫ് ആ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൾ ആരാണെന്നും സംഭവം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിക്കാം, അതുകൂടി കാണണം. ഒരു VK ബൈജു എന്നൊരു മനുഷ്യന്റെ യൂട്യൂബിലാണ്. അതിന്റെ തമ്പനിയിൽ തന്നെ അധോലോകം എല്ലാറ്റിനും പുറകിൽ ഞെട്ടിക്കുന്ന രേഖകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനാഫ് എന്ന് പറയുന്ന ആ ലോറിയുടെ ഉടമസ്ഥനെതിരെ, അദ്ദേഹമല്ല ശരിക്കുള്ള ഉടമസ്ഥൻ, അദ്ദേഹത്തിന് പുറകിൽ വേറൊരാളുണ്ട്. അദ്ദേഹത്തിനെ നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ അർജുനെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, നമ്മൾ TV-യിലൊക്കെ കണ്ട ഒരു മനുഷ്യന്റെ രൂപം മനാഫ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് കൂടി അദ്ദേഹം ആ ഒരു ലോറി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ മരത്തടികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അയാൾ ഏതോ കള്ളക്കടത്തുകാരനാണ്, രേഖകളൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്ന ഒരുപാട് ആരോപണങ്ങൾ. ഇദ്ദേഹത്തിനെതിരെ ഇനി എഴുതാത്ത ഒരു എഴുത്തുമില്ല. അത്രയ്ക്ക് യൂട്യൂബ് ചാനലുകൾ ഇദ്ദേഹത്തെ ഒരു തീവ്രവാദിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെന്നതാണ്. എന്തിനേറെ ഈ അടുത്ത സമയം പോലെ ഇദ്ദേഹത്തെ കിട്ടിയിട്ട് പോലും ഇദ്ദേഹത്തിനെതിരെ ഒരു തീവ്രവാദി എന്ന രീതിയിലൊക്കെ കമന്റ് അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഭീകരവാദികളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, ഒരു സംശയമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന സംഗതി വെച്ച് കഴിഞ്ഞാൽ, മനാഫ് ഒരു പക്ഷേ അർജുൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണെന്നൊക്കെ പറയേണ്ടി വരും. മനാഫിനെ പോലൊക്കെ സൗഹൃദങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗഹൃദങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് കൂടിയാണ്. അങ്ങനത്തെ ഒരു സൗഹൃദമില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യ എന്ന രീതിയിലൊക്കെ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ല എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. അത്രയ്ക്കാണ് മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞ 2-2.5 മാസം അർജുന് വേണ്ടിയിട്ട് ഈ കഷ്ടപ്പാടുകളെല്ലാം നടത്തിയത്. നോക്കൂ, ഒരു പക്ഷേ അർജുൻ്റെ മൃതശരീരവും ബാക്കി ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു മനുഷ്യൻ വീണ്ടും 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 എത്രത്തോളം പഴി കേൾക്കേണ്ടി വരും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയ്ക്ക് ഭീകരമായിരിക്കും ഇദ്ദേഹത്തൊക്കെ കേൾക്കേണ്ടി വരിക. ആ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായി എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. എന്തൊക്കെയായാലും ഇദ്ദേഹത്തിനെ കിട്ടിയതിന് ശേഷമുള്ള കമന്റുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അർജുന് നഷ്ടപ്പെട്ട നാൾ മുതൽ ഇദ്ദേഹത്തിനെ കുറെ ആളുകൾ സുഡാപ്പികളാക്കി, ഇദ്ദേഹത്തെ തീവ്രവാദിയാക്കി, ഇദ്ദേഹം വെറും ആളാവാൻ വരുന്ന ഒരാളാണെന്നൊക്കെ രീതിയിലൊക്കെ കമന്റ് വരുന്നു. മിക്കതും നമ്മുടെ ഈ സംഘി ഗ്രൂപ്പുകളിൽ നിന്നാണ് മനാഫിനെതിരെ ഭീകരമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. നമ്മൾ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട സംഗതി, നമ്മളൊരു രക്ഷ നേടിയ ഒരു ആൾക്കാർ കൂടിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു പൂരം കലക്കിയിരിക്കുന്നു, തൃശ്ശൂർ പൂരം. സാധാരണയായിട്ട് ഒരു ഇലക്ഷനൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇവർ കലാപമാണ് ഉണ്ടാക്കാറുള്ളത്. കലാപം ഉണ്ടാക്കാതെ ഒരു പൂരം കലക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. തൃശ്ശൂരുകാരെ, നിങ്ങൾക്ക് ഒരു അല്പം ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ കലാപം നടക്കുമായിരുന്നു. ആ കലാപത്തിന്റെ ഭാഗമായിട്ടെങ്കിലും വോട്ട് പെട്ടിയിൽ വീഴാൻ വേണ്ടിയിട്ട് അവന്മാർ ചെയ്തു കളയുന്നതാണ്. ഇതിപ്പോ വെറൊരു പൂരം മാത്രമല്ലേ കരങ്ങിയുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാം. നോക്കൂ, നമ്മൾ ഒരു ദിവസം കഴിയും തോറും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ അതിഭീകരമാണെന്ന്. ഇവരൊക്കെ ചോറിന് വിശ്വസിക്കാൻ പറ്റില്ല എന്നതാണ്. എന്തെങ്കിലും മനാഫിന്റെ ഭാഗമായിട്ട് ആ ഒരു വാർത്ത വന്നതിന് ശേഷം, അർജുന്റെ മൃതശരീരം കിട്ടി എന്ന് പറയുന്ന വാർത്ത വന്നതിന് ശേഷം അതിന് താഴെ വന്ന ചില കമന്റുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ആശ്വാസം ഉണ്ടാക്കി. ഡേവിഡ് അലോഷി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് കാണൂ, സദാസമയം ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞു വർഗീയത പറഞ്ഞു നടക്കാതെ. ഒരു മനോജ് പിണറായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്നത്, പേര് നോക്കി തീവ്രവാദി സുഡാപ്പി എന്നൊക്കെ പറയുന്ന നാറുകളോട് എന്തു പറയാൻ, ഈ പറയുന്നവരാണ് സമൂഹത്തിൽ വിഷം വിതയ്ക്കുന്ന രാജ്യദ്രോഹികൾ എന്ന തിരിച്ചറിവ് കുറയുന്നുണ്ടോ. അരുൺ പുനലൂർ, മനാഫ് നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. ഞാനിങ്ങനെയൊക്കെ പേരെടുത്ത് പറയുന്നത്, പല ആളുകളും നല്ല ഈ പറയുന്ന ഹിന്ദുക്കളാണ്. അതാണ് മുസ്ലിം എന്നുള്ള നാമധാരിയായിട്ടുള്ള മനാഫ് നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് പറയുന്നത് പ്രണയ ചിഹ്നം ഇട്ടിരിക്കുന്നത്. അസ്ന, ഈ പാവത്തിനെ പറ്റി എന്തൊക്കെയാണ് സംഘി മലരുകൾ പറഞ്ഞുണ്ടാക്കിയത്. കുഴൽപ്പണം കടത്തുകാരനാണ്, അതിനുവേണ്ടിയാണ് ലോറിക്ക് പിന്നാലെ നടക്കുന്നതൊക്കെ. ലോറിയിൽ കുഴൽപ്പണം ഉണ്ടെന്നും ആ ലോറി കിട്ടിക്കഴിഞ്ഞാൽ ആ കുഴൽപ്പണം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടക്കുന്ന ഈ നാടകങ്ങൾ എന്നൊക്കെ അടക്കം പറഞ്ഞു നടന്നിട്ടുണ്ട്. അൻസാരി, മനുഷ്യൻ പച്ച മനുഷ്യൻ. അർജുൻ മനാഫ് ചേർത്തെഴുതേണ്ട വാക്ക്. മീഡിയക്കാരാ, അയാളൊന്ന് കരഞ്ഞോട്ടെ, വിട്ടേക്ക്, പെയ്തൊഴിയേണ്ടത് അങ്ങനെ തീരട്ടെ. പിന്നെ അർജുന് വേണ്ടി കാത്തു നിൽക്കുന്നത് മനാഫ്. എന്ത് മതം, എന്ത് ജാതി. മനുരാജ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ ഒരു കമന്റാണ്. 5.4K ലൈക്കാണ് അതിന് കിട്ടിയിരിക്കുന്നത്. ശ്രേയ PS എഴുതിയിരിക്കുന്നത്, മനുഷ്യരിൽ മതം തിരയുന്നവരോടാണ്. അർജുന് വേണ്ടി വിങ്ങിപ്പൊട്ടുന്നതിന്റെ പേര് മനാഫ് എന്നാണ്.
അഡ്വക്കേറ്റ് ലാൽകുമാർ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ നിങ്ങൾ ഈ നാടിന് അഭിമാനമാണ്. നൌഷാദ് എഴുതിയിരിക്കുന്നത്, മുതലാളിയും ഡ്രൈവറും തമ്മിലുള്ള ആത്മബന്ധം കണ്ണു നിറയിച്ചു, ഒന്നും പറയാനില്ല, കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഷഫീഖ് സിദ്ദിഖ്, മനാഫ് എന്ന വ്യക്തി അന്നം നൽകിയതും ചേർത്ത് പിടിച്ചതും അർജുൻ എന്ന സഹോദരനെയാണ്. അർജുനുമായി മനാഫിന് സ്വന്തം കുടുംബത്തെക്കാൾ ആത്മബന്ധം ഉണ്ടെന്ന് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിന്ദു മുസ്ലിം വർഗീയത പറയുന്ന ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ട ഒരു പാഠം കൂടിയാണ് ഈ സന്ദർഭം. റമീന സജീവ് എഴുതിയിരിക്കുന്നത്, ജാതിക്കും മതത്തിനും അപ്പുറം ഒരു കൂടപ്പുറപ്പിനെ പോലെ എത്രയോ നല്ല മനുഷ്യ ഈ ലോകത്തുണ്ട്, കണ്ടുപഠിക്കേണ്ടത് തന്നെ. വിശ്വനാഥൻ, ക്യാബിനുള്ളിൽ അർജുനുണ്ട്, മനാഫിന്റെ ഉള്ളിൽ മനുഷ്യത്വവും. ഞാൻ ഇനി വായിക്കും, ഒരുപാടുണ്ട്. കർണാടക പോലീസിന്റെ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടും അർജുനെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോയി എന്നും ലോറി തിരികെ വേണ്ട, പകരം അർജുനെ കിട്ടിയാൽ മതിയെന്നും താങ്കൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതെന്നും മലയാളികൾ ഓർക്കും. അർജുനുമായുള്ള നിങ്ങളുടെ അടുപ്പം എത്രത്തോളം ഉണ്ടെന്ന് ആ ലോറി കണ്ടെത്തിയപ്പോൾ നിങ്ങളുടെ കണ്ണു നിറഞ്ഞതും ചങ്കിടറിയതും കണ്ടാൽ മനസ്സിലാകും. ഇന്നലെ വരെ ഈ മനാഫിനെയാണ് BJP DP അടക്കമുള്ള ആളുകൾ വിമർശിച്ചത്. മനാഫിനെ ചോദ്യം ചെയ്യണം, ഇവൻ പറയുന്നൊക്കെ കളവാണ്, അവൻ അറിയാൻ അർജുൻ എവിടെയുണ്ടെന്ന്, ഇങ്ങനെ ഒരുപാട് വിമർശനം യൂട്യൂബിലടക്കം വന്നിട്ടുണ്ട് പല ആളുകളും. ഇന്ന് അർജുന്റെ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെയാണ് മനാഫ് കണ്ടതിന് തെളിവാണ് ഈ വീഡിയോ. ഇങ്ങനെ ഗംഭീരമായിട്ട് ആളുകൾ എഴുതുമ്പോൾ നമ്മൾ മനുഷ്യരായിട്ടുള്ള ആളുകൾ ഭൂമിയിൽ നിന്ന് അധികമൊന്നും കുറഞ്ഞു പോയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മനാഫിനെ പോലുള്ള ആളുകളാണ് ഈ ഭൂമിയെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നതെന്ന് ഞാൻ ഒന്നുകൂടി എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുന്നു. അതിനു മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ. ബൈ.